ക്രൂശിതനൊപ്പം കാൽവരിയിലേക്ക് 6-ാം ദിനം. ഒരിക്കൽ ഒരു ആശ്രമത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഗുരു അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് ഏറ്റവും നന്നായി ചെയ്യുവാൻ കഴിയുക? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നന്നായി ചതുരംഗം കളിക്കാൻ അറിയാം. അപ്പോൾ ഗുരു പറഞ്ഞു, എന്നാൽ ഈ ആശ്രമത്തിൽ ഒരു വൃത്തനായ മനുഷ്യനുണ്ട്. ആ മനുഷ്യനുമായി നിനക്ക് ചതുരംഗം കളിക്കാൻ ഞാൻ അവസരം നൽകുന്നു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഈ കളിയിൽ തോൽക്കുന്ന ആളുടെ ശിരസ് ഞാൻ ഛേദിക്കും. ഗുരുവിന്റെ ആജ്ഞ നിഷേധിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ആ യുവാവ് ആ കളി ഏറ്റെടുത്തു. അയാൾ വളരെ കൃത്യമായി കരുക്കൾ നീക്കി. അവസാനം താൻ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന ആ വൃത്തനെ നോക്കി. പെട്ടെന്ന് ആ മനുഷ്യൻ തന്റെ കളിയുടെ ഗതിയൊന്ന് മാറ്റി. ഇതറിഞ്ഞ് ഗുരു ഇടപെട്ട് രണ്ടുപേരെയും വിജയിയായി പ്രഖ്യാപിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ സുരക്ഷയോടൊപ്പം അവരിനോടുള്ള അനുകമ്പ കൂടി കൂടുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമാകുന്നത്. നാം ജയിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ ജയിക്കുവാൻ സഹായിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഈ നോമ്പിന്റെ അനുഗ്രഹീതമായ ഈ നാളുകളിൽ നമ്മുടെയൊക്കെ സുരക്ഷിതയോടൊപ്പം നമ്മുടെ സ്വന്തക്കാർക്ക് കൂടി ജയിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതം. ഇന്ന് നമ്മൾ സുരക്ഷ നോക്കുന്നതോടൊപ്പം മറ്റൊരാളോടുള്ള അനുകമ്പയും കരുണയും സ്നേഹവും കാരുണ്യവും ഒക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമായി തീരുന്നത്. ഈ നോമ്പുകാലത്ത് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.